തൃശൂർ കുതിരാനിലെ ജനവാസ മേഖലയിൽ ഇറങ്ങി കാട്ടാനയെ തുരത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് എത്തിച്ച ഭരത്, വിക്രം എന്നീ കുങ്കിയാനകളെ ഉപയോഗിച്ചാണ് ദൗത്യം നടത്തുന്നത്. ആനയെ തുരത്താനായി വനം വകുപ്പിന്റെ പ്രത്യേക സംഘം കാട് കയറും എന്ന് ജെയ്സൺ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജെയ്സൺ ചമോളപ്പിൽ, വെരി ഗുഡ് മോർണിംഗ്. ജെയ്സൺ, ഇനി നിങ്ങളുടെ കുതിരാൻ വഴിയൊന്നും ഞങ്ങൾ ബാംഗ്ലൂരേക്ക് പോകില്ല, ഞങ്ങൾ വന്ദേ ഭാരതി പാമ്പുവാണ്. കുതിരാനിൽ ആന ഇറങ്ങി എന്നൊക്കെയുള്ള ഒരു വലിയ വാർത്തയൊക്കെ നിലനിന്നിരുന്നല്ലോ, ആളുകൾക്കൊക്കെ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആനയെ കാട് കയറ്റുമെന്ന് തോന്നുന്നു അല്ലേ ജെയ്സൺ? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത്തരം ആശങ്കയ്ക്ക് ഞങ്ങൾ അധികം വൈകാതെ തന്നെ മറ്റും ഇവിടെ നിന്നുള്ള കാട്ടാനെ നമ്മൾ തുരത്തും അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ഭാഗത്ത് ആശങ്കയും മറുഭാഗത്ത് പ്രതീക്ഷയും. അപ്പോൾ ആളുകൾ കരുതുന്നത് എന്താ ഇവർ തലയ്ക്ക് അസുഖമായോന്ന്. ആ കാണുന്ന കാടിന് മറഞ്ഞിരിക്കുന്നതാണ് ഒറ്റയാൻ. അതിനിപ്പുറത്ത് കുങ്കിയാനകൾ തയ്യാറായി നിൽക്കുന്നു. ഈ ആന ഇങ്ങോട്ട് ഇറങ്ങിയാലാണ് കുങ്കിയാനകളെ ദൗത്യം ആരംഭിക്കാൻ കഴിയുക. ഇവിടെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലും ആശങ്കയിലൊക്കെ ആയിരുന്നു. നമ്മൾ വിളിച്ചാൽ അപ്പോൾ വരും, അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിൽ എത്തിക്കണം, അധികാരികളിൽ എത്തിക്കണം. അപ്പോൾ നമ്മളോട് നിരന്തരമായി ആവശ്യപ്പെടുന്നു. അവർ ഇപ്പോൾ ഈ രാവിലെ തന്നെ വന്ന് നിൽക്കുകയാണ്. ഈ ചേച്ചിയൊക്കെയും ഇവരൊക്കെയും മന്ത്രി വന്നപ്പോൾ വളരെ ഭംഗിയായ കാര്യം അവതരിപ്പിച്ചു. മന്ത്രി തന്നെ പറഞ്ഞു, ഇത്തരം ശാന്തമായി വിഷയങ്ങൾ അവതരിപ്പിച്ച ഒരു സ്ഥലമില്ല, ആളുകൾ ചെല്ലുമ്പോഴേക്കും ലഹള കൂട്ടുകയാണ് പതിവ്. ഇവിടെ അതല്ലാണ്ടായത് അല്ലേ? ഇപ്പൊ എന്താ സ്ഥിതി? ഇന്നലെ രാത്രി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ രാത്രി ഈ ആന റോഡിലേക്ക് ഇറങ്ങിയിട്ടില്ല, അതൊരു ആശ്വാസമാണ്. അപ്പോൾ വനംവകുപ്പിൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് കുങ്കിയാനകളുടെ സാന്നിധ്യം വന്നാൽ ഏകദേശം 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ഒറ്റയാനുണ്ടെങ്കിൽ ഇറങ്ങില്ല എന്നാണ്. എന്താ ഇന്നലെ ഉണ്ടായ സ്ഥിതി? ഇപ്പൊ എന്താ സ്ഥിതി? നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പ്രതീക്ഷ ഇന്നലെ അവൻ ഇറങ്ങിയിട്ടില്ല, തീർച്ചയായിട്ടും ഇന്ന് വരും. അങ്ങനെയാണ് പതിവ്. ഒരു ദിവസം വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം അവൻ വന്നിരിക്കും. അപ്പോൾ കുങ്കിയാനയൊന്നും അവന് പ്രശ്നമല്ല, അവൻ ഇതിലല്ലേ വരുന്നത്. അപ്പോൾ വരും. അപ്പോൾ എന്തായാലും കുങ്കിയാനെ കൊണ്ടുവന്ന് ഇതിനെ ഉൾക്കാട്ടി വിടുകയല്ല, ഇവിടുന്ന് ഈ പീക്കി റേഞ്ചും വാഴാനി റേഞ്ചിലും ഇടാതെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോവുക. ബഹുമാനപ്പെട്ട മന്ത്രിമാരോടും വനവകുപ്പ് മന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുങ്കിയാന ഒറ്റയാൻ വരുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിങ്ങൾ? ഉണ്ട്. വരുമെന്നുള്ളത് ഉറപ്പന്നെയാണ്. ഞങ്ങളെല്ലാവരും ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഈ പട്ടി കുരച്ച അപ്പം ഞങ്ങൾക്ക് പേടിയാണ്, ഇവൻ വരുമെന്നുള്ള പ്രതീക്ഷ. അതാണ് ഞങ്ങൾ. അപ്പോൾ ഇത്രയും സജ്ജീകരണങ്ങൾ ചെയ്തു തന്ന മന്ത്രിക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ കുങ്കിയാനകളൊക്കെ അപ്പുറത്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. ചേച്ചി പോയി കണ്ടിരുന്നോ കുങ്കിയാനകളൊക്കെ? ഞാനൊന്നും പോയില്ല, വിളിക്കുകയൊക്കെ ചെയ്തു. ആവശ്യത്തിലധികം ആന ഇവിടെ കാണുന്നുണ്ടല്ലോ എല്ലാ രാത്രി. പിന്നെന്താ അത് കാണാൻ? അതും ഇതും ഒരേപോലെ അല്ലേ. ഞാൻ പോയിട്ടില്ല, ഇവരൊക്കെ വിളിച്ചു, ഞാൻ പോയില്ല. ഇന്നലെ വൈകുന്നേരം ഈ ചെക്കനും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, ഇതിലേ പോണു. മിന്നാന്ന് ഈ ചെക്കൻ ഫോട്ടോ എടുക്കടാന്ന് പറഞ്ഞ എടുത്തില്ല, പേടിച്ചിട്ട് വണ്ടി. അതെ, എന്താ പരിഹാരം പെട്ടെന്ന് ഉണ്ടാവുന്ന പ്രതീക്ഷ? പരിഹാരം ഉണ്ടാവും. ഇപ്പൊ ഒന്നില്ലെങ്കിൽ മയക്കുവെടി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് DFO, അല്ലെങ്കിൽ കുങ്കിയാനെ കൊണ്ട് പറ്റില്ലെങ്കിൽ മയക്കുവെടി വെച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവര് കൊണ്ടുപോയിട്ട് ഈ കാട്ടിൽ തന്നെ കയറ്റിട്ട് കാര്യമൊന്നുമില്ല, ഇതിന് വേറെ വല്ല അയക്കണം. അതാണ് അരുൺകുമാർ ഇവിടെ ആവശ്യം, ഉൾക്കാട്ടിലേക്ക് കയറ്റി കൊടുക്കണം. ഇപ്പൊ ഒരു നായക്കുട്ടി ഇവിടെ തിരിയുന്നുണ്ട്. ഇവനാണ് ഈ കാട്ടാന വരുമ്പോ, ഒറ്റയാൻ വരുമ്പോ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ചുള്ളൻ. ഒരുപാടേ ഇല്ല, ചാടി കളിക്കാണ് അരുൺകുമാർ. ആ ദൃശ്യങ്ങൾ ആളുകൾക്ക് ഒരു കൗതുകമാണ്. കാട്ടാനയെ എത്തിയെന്ന് ഇവിടത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന നായിയാണ് ഇവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകുന്ന പ്രതീക്ഷ. പേരെന്താണ് ചേച്ചി? ജിമ്മി എന്ന് പറഞ്ഞ പേടിച്ചു പോയാണ്. ജിമ്മി എന്നാണ് പേര് അല്ലേ? ജിമ്മി. ശരിയാ. 3 മാസമായിട്ടില്ല. ഏതായാലും പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ. കാരണം അത്രയേറെ ഭയാനകമാണ്. രാത്രി ഇറങ്ങാനേ കഴിയുന്നില്ല അരുൺകുമാർ. ഇറങ്ങി വീടുകളിൽ നാട്ടുകാരെല്ലാരും ആന വരുന്നതും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. ആന ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും കാട് കയറി കുങ്കിയാനകൾ ഈ ഒറ്റയാനെ കണ്ടെത്തി കാട് കയറ്റിവിടും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മന്ത്രി അവരുടെ വാക്കുകൾ അനുഭാവപൂർവ്വം പരിഗണിച്ചു എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. സാധാരണ അങ്ങനെ ഒരു അനുഭവം നമുക്കുള്ളതല്ല. കാര്യം മന്ത്രി അവിടെ എത്തണമെങ്കിൽ കുറച്ചൊക്കെ വൈകി, കുറച്ച് സമയമൊക്കെ കഴിഞ്ഞാണല്ലോ എത്തുക. പ്രത്യേകിച്ച് വയനാട് ഇടുക്കിയിലും ഒക്കെ അപകടമുണ്ടാകുന്ന സമയങ്ങളിൽ മന്ത്രി എത്തിയില്ല, കളക്ടർ എത്തിയില്ല എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായാലും മന്ത്രി എത്തി കുങ്കിയാനകളെയും അവിടെ എത്തിച്ചിട്ടുണ്ട്.